ഇൻഡോ പാക് 1971 യുദ്ധത്തിൻ്റെ ഏകദേശം എല്ലാം ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല ഈ ഒരു ദിവസം കൊണ്ട്, ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇനി പാകിസ്ഥാൻ്റെ ഒരു കീഴടങ്ങലാണ്. അത് അത്ര വലിയൊരു കീഴടങ്ങൽ. 93,000 പട്ടാളക്കാരെ പ്രിസണർ ഓഫ് വാർ ആയി അങ്ങനെ സംഭവിച്ചു. അതിനൊപ്പം തന്നെ ആ ഒരു ചിത്രം, അതായത് ഇന്ന് പാകിസ്ഥാൻ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ എല്ലാവരും അഫ്ഗാനിസ്ഥാൻ പോലും കൊടുക്കുന്നൊരു മറുപടി ആ ചിത്രമാണ്. ലഫ്റ്റനന്റ് ജനറൽ നിയാസി ഒപ്പിടുന്ന, കീഴടങ്ങൽ ഇത് ഒപ്പിടുന്ന ഒരു ചിത്രമാണ് അഫ്ഗാൻ പോലും പാകിസ്ഥാനെ കളിയാക്കാനായിട്ട് അല്ലെങ്കിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇന്ത്യക്കെതിരെ സംസാരിക്കുമ്പോഴും പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ മറുപടിയായിട്ട് കൊടുക്കുന്നത് ഈ ചിത്രം ആയിരിക്കും. അപ്പോൾ 1971 ഡിസംബർ 16 ഇന്ത്യയുടെ വിജയദിനം, അതിനെക്കുറിച്ച് വജിത്. ഡിസംബർ 16-ാം തീയതി ആകുമ്പോഴേക്കും പാകിസ്ഥാൻ had lost the will to fight. നിയാജി had lost the will to fight. നിയാജിക്ക് മനസ്സിലായി ഇനി കാര്യമായിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. അതുവരെ ഇവർ പ്രതീക്ഷിച്ചത് ഇവിടെ റീഎൻഫോഴ്സ്മെൻ്റ് ഉണ്ടാവും, ഫോറിൻ നാഷണൽസ് ഇവരെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെയാണ്. ഫോറിൻ നാഷണലിൻ്റെ സപ്പോർട്ട് ഉണ്ടായി. വാസ്തവത്തിൽ അമേരിക്ക ഇടപെടാൻ തയ്യാറായി. അവരുടെ 7th ഫ്ലീറ്റ് ലെഡ് ബൈ USS എൻ്റർപ്രൈസ്, USS എൻ്റർപ്രൈസിനെ അവിടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അവിടെയുള്ള അമേരിക്കക്കാരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ള പേര് പറഞ്ഞിട്ടാണ് USS എൻ്റർപ്രൈസിനെ അവിടേക്ക്, അതായത് ബംഗ്ലാദേശ് ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് അമേരിക്ക തീരുമാനിച്ചത്. ഈ വിവരം അപ്പോൾ പസഫിക് ആ ഏരിയയിലായിരുന്നു USS എൻ്റർപ്രൈസ്. USA ഒരു വാലാണ് ഗ്രേറ്റ് ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം, അന്നും ഇന്നും എന്നും. സോ USA ഇവിടേക്ക് അവരുടെ നേവൽ ഫോഴ്സിനെ അയക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ മറ്റൊരു ടാസ്ക് ഫോഴ്സിനെ യു കെയിൽ നിന്ന്, യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിലേക്ക് പറഞ്ഞേക്കുകയാണ്. പക്ഷെ അവർക്ക് സമയത്തിന് എത്താൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഈ യുദ്ധത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആവണമെന്ന് USA-ക്കും എയിമുണ്ടായിരുന്നില്ല. കാരണം ഒച്ചിൻ്റെ വേഗത്തിലാണ് അവരവിടെ നിന്ന് മൂവ് ചെയ്തത്. ബൈ ചാൻസ് ഇവിടെ വരികയാണെങ്കിൽ, ഒരു ഏറ്റുമുട്ടലിൽ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര തിരിച്ചടിയായിരിക്കും. അവർ വളരെ ഈ ഒച്ചിൻ്റെ വേഗത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴതിന് മുമ്പായി തന്നെ റഷ്യക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കിട്ടി. സോ USS എൻ്റർപ്രൈസ് ഒരു ന്യൂക്ലിയർ കേപ്പബിൾ ഫ്ലീറ്റാണ്. ഈ USS എൻ്റർപ്രൈസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് റഷ്യ അവരുടെ ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലീറ്റിനെ, ഒരു സബ്മറൈൻ ഫ്ലീറ്റിനെ ബംഗാൾ ഉൾക്കടലിൽ കൊണ്ടുവന്നിട്ട് ഡിപ്ലോയ് ചെയ്യണം. അമേരിക്കക്കാർക്ക് വിവരം കിട്ടി. അങ്ങനെ അവർ മെല്ലെ 18-ാം തീയതി വരെ ഇങ്ങനെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തിന് 16-ാം തീയതി സീസ് ഫയർ നടന്നു. സോ അമേരിക്കയുടെ സപ്പോർട്ട് അവർക്ക് കിട്ടിയില്ല. സോ 3-4 ഫാക്ടേഴ്സ്. ഒന്ന്, പാകിസ്ഥാനിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള റീഎൻഫോഴ്സ്മെൻറ്റും എത്തിയില്ല. സീസ് ഫയർ ആവാനായിട്ട് സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം 2 തവണ USA ഈ സീസ് ഫയർ വേണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കിയപ്പോൾ USSR അതിനെ വീറ്റോ ചെയ്യുകയാണ്. സോ UN-ന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഹെലിബ്രിഡ്ജ് വഴി ഇന്ത്യയുടെ 4 കോറിൽ ഒരു കംപ്ലീറ്റ് ബ്രിഗേഡ് ഡാക്ക വളഞ്ഞിരിക്കുകയാണ്. സെൻട്രൽ സെക്ടറിൽ നിന്ന് വന്നിട്ടുള്ള 2 പേരാസ് ആൻഡ് 1 മറാഠ അവരും ഡാക്കയിലെത്തിയിരിക്കുകയാണ്. അവിടെ ടോട്ടലി ഒരു മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തന്നെയും
ഏകദേശം 26,400 പട്ടാളക്കാർ. എക്സാക്റ്റ് ഫിഗർ നമുക്ക് ഈസ്റ്റേൺ കമാൻഡിലെ അന്നത്തെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന ജനറൽ ജെഫാർ ജേക്കബിൻ്റെ ഇൻ്റർവ്യൂ എന്നാണ് കിട്ടുന്നത്. 26,400 പട്ടാളക്കാർ അവിടെ പ്രസൻ്റ് ആയിരുന്നു. നമ്മുടെ വെറും 3000 പട്ടാളക്കാർ. ആ സാഹചര്യത്തിൽ അവർക്ക് മാസങ്ങളോളം പിടിച്ചു നിൽക്കായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ, ഞാൻ പലതവണ പറഞ്ഞ മാതിരി, പാകിസ്ഥാൻ ഹാഡ് ലോസ്റ്റ് ഇറ്റ്സ് വിൽ ടു ഫൈറ്റ്. പക്ഷേ ആക്ച്വലി ഒരു സീസ് ഫയർ എഫക്റ്റ് ആവണ്ടേ? സീസ് ഫയർ വേണം. അതായത് ഈസ്റ്റ് പാകിസ്ഥാനിലെ ഫോഴ്സസിനും സീസ് ഫയർ വേണം, നമുക്കും സീസ് ഫയർ വേണം. പക്ഷേ അന്ന് ഈസ്റ്റേൺ കമാൻഡിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ജെഫാർ ജേക്കബിന് വേറെ ഒരു ഐഡിയ ആണ് ഉണ്ടായിരുന്നത്. വൈ ഓൺലി സീസ് ഫയർ? വൈ നോട്ട് മേക്ക് ദം സറണ്ടർ? എന്തുകൊണ്ട് അവരെ കൊണ്ട് സറണ്ടർ ചെയ്യിച്ചുകൂടാ? ഈ ഒരു ആശയം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നപ്പോൾ ജെഫാർ ജേക്കബ് നേരിട്ടിട്ട് അന്നത്തെ ആർമി ചീഫായിരുന്ന SHF മാനിക് ഷാ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. സോ അദ്ദേഹം പറഞ്ഞു, യു നോ ബെസ്റ്റ്, വാട്ട് എവർ യു ഫീൽ അപ്രോപ്രിയേറ്റ്, ഡു ദാറ്റ്. അങ്ങനെ ഒരു സൂട്ട് കേസും എടുത്തിട്ട് ജെഫാർ ജേക്കബ് നിയാസിയുടെ ഹെഡ് ക്വാർട്ടറിൽ ലാൻഡ് ആവുകയാണ്. ജെഫാർ ജേക്കബ് അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലഫ്റ്റനൻറ്റ് കേണൽ പന്നു, ക്യാപ്റ്റൻ ധർമ്മേഷ് യാർമയും ഓൾറെഡി ഇയാളുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. അടുത്ത വിസിറ്റാണ് ജെഫാർ ജേക്കബിൻ്റെ. ജെഫാർ ജേക്കബ് അവിടെ ചെല്ലുമ്പോൾ വാജിദ് ഇദ്ദേഹം സ്വയം ടൈപ്പ് ചെയ്ത ഒരു സറണ്ടർ ഡോക്യുമെൻ്റായിട്ടാണ് ചെല്ലുന്നത്. ആ സറണ്ടർ ഡോക്യുമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റ് ചീഫിന് അയച്ചു. ചീഫ് അതിൻ്റെ മീതെ ഒന്നും ചെയ്തില്ല. ചീഫ് പറഞ്ഞു, ടേക്ക് യുവർ ഓൺ ഡിസിഷൻ ആൻഡ് ഡു ഇറ്റ്. ജെഫാർ ജേക്കബ് നിയാസിയെ പോയി കാണുകയാണ്. ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ചെല്ലുന്നത്. നിയാസി കൂട്ടാൻ അറസ്റ്റഡും, അയാൾ അറസ്റ്റ് ചെയ്യായിരുന്നു, അയാളെ വെടിവെച്ച് കൊല്ലായിരുന്നു. ബട്ട് ജെഫാർ ജേക്കബ് നേരിട്ട് നിയാസിയുടെ അടുത്ത് ചെന്നു. നിയാസിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മൈ ഡിയർ അബ്ദുള്ള, യു ബെറ്റർ സറണ്ടർ. നീ സറണ്ടർ ചെയ്തോ. സറണ്ടർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ജനീവ കൺവെൻഷൻ പ്രകാരം ഞങ്ങൾ ട്രീറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. കാരണം 4 ചുറ്റും മുക്തിവാഹിനി കാത്തിരിക്കുകയാണ്. നീ ഇവിടെ നിന്ന് പുറത്ത് കിടന്നാൽ പിന്നീട് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല. സോ യു സറണ്ടർ. ഇയാൾ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ സറണ്ടർ ചെയ്യില്ല. അതിനു മുമ്പ് സീസ് ഫയർ എഫക്റ്റ് ചെയ്യുക എന്ന് വിചാരിച്ച് ഒരു പ്രപ്പോസൽ നിയാജി അയക്കേണ്ടായി. ഈ പ്രപ്പോസൽ എവിടേക്ക് അയച്ചത്? ബംഗ്ലാദേശിലുണ്ടായിരുന്ന അമേരിക്കൻ കൗൺസിലേറ്റ് ഉണ്ടല്ലോ, ആ കൗൺസിലേറ്റിലേക്കാണ് ഇദ്ദേഹം അയച്ചത്. കൗൺസിലേറ്റിൽ നിന്ന് അത് അമേരിക്കയിലെത്തി. അമേരിക്ക അത് UNOയിൽ പ്രസൻറ്റ് ചെയ്യാണ്. UNOയിൽ ഒരു മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് നടന്നപ്പോൾ ഇപ്പോഴാണ് ബൂട്ടോ അറിയുന്നത് ഇത് സീസ് ഫയർ ചെയ്യണം എന്നുള്ള കാര്യം. ബൂട്ടോയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ബൂട്ടോ ആ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ കയറി വലിച്ചിരുന്നു. അയാൾ പറഞ്ഞു, നോ വി വിൽ ഫൈറ്റ് എന്ന് പറഞ്ഞു. ഇയാൾ ഇറങ്ങിപ്പോരുകയാണ്. അയാൾ ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ജെഫാർ ജേക്കബ് ഈ സറണ്ടർ ഡോക്യുമെൻ്റായിട്ട് ചെയ്യുന്നത്. ഇയാളോട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ. ഇയാൾ പറഞ്ഞു, ആദ്യം ഞാനൊരു കാരണവശാലും സറണ്ടർ ചെയ്യില്ല, ഒരു കാരണവശാലും സറണ്ടർ ചെയ്യില്ല. സോ ജെഫാർ ജേക്കബ് പറഞ്ഞു, യു തിങ്ക് യു ഹാവ് ജസ്റ്റ് ഹാഫ് ആൻ അവർ, അരമണിക്കൂർ സമയമേ എൻ്റെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു നിയാസിൻ്റെ കൂടെ ജെഫാർ ജേക്കബ് ചെയ്തപ്പോൾ. അങ്ങനെ ഇയാളെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടുപോയി ജെഫാർ ജേക്കബ്. എന്നിട്ട് പറഞ്ഞു, നോക്ക് ഞാൻ പറയുന്നത് കേട്ടോ, അരമണിക്കൂർ സമയമുള്ളൂ, അരമണിക്കൂറിൻ്റെ ഉള്ളിൽ സറണ്ടർ ചെയ്യണം. തീരുമാനിച്ചു. അരമണിക്കൂർ നേരം ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ
ജയഫാർ ജേക്കബ് പുറത്തു നിൽക്കുകയാണ്. കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് തീരുമാനിച്ചു? ഇയാൾ പറഞ്ഞു, നോ, ഐ വിൽ നോട്ട് സറണ്ടർ. ജയഫാർ ജേക്കബ്, ദ ഗ്രേറ്റ് ജനറൽ, അദ്ദേഹം വീണ്ടും പറഞ്ഞു, അബ്ദുള്ള, അയാളുടെ ഏകനിജയാണല്ലോ, അബ്ദുള്ള, യു ഹാവ് നോ അതർ ഓപ്ഷൻ, യു ഹാവ് ടു സറണ്ടർ ടു us, ഓക്കെ, ആൻഡ് ദാറ്റ് സറണ്ടർ ഷുഡ് ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി. ഇയാളൊന്നും മിണ്ടിയില്ല. മിണ്ടാതായപ്പോൾ ജയഫാർ ജേക്കബ് പറഞ്ഞു, നിൻ്റെ സൈലൻസ് ഐ ടേക്ക് ഇറ്റ് ആസ് അക്സെപ്റ്റൻസ്. അപ്പോഴും അയാളൊന്നും പറഞ്ഞില്ല. സോ അയാൾ പറഞ്ഞു, ഓക്കെ. നിയാജ് പറഞ്ഞു, ശരി, സറണ്ടർ ചെയ്യാം. അപ്പോൾ അയാൾ പറഞ്ഞു, സറണ്ടർ ഇവിടെ വെച്ചിട്ടല്ല, സറണ്ടർ പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് വേണം സറണ്ടർ ചെയ്യാനായിട്ട്. ഇയാൾ പറഞ്ഞു, ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് സറണ്ടർ ചെയ്യില്ല. സോ ജനറൽ ജേക്കബ് സെഡ്, നത്തിങ് ഡൂയിങ്, യു വിൽ സറണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്, in front of the Mufti Bhavini, in front of the Indian soldiers. അടുത്തതായിട്ട് ഇയാൾ പറഞ്ഞു, അതായത് ജനറൽ ജേക്കബ് പറഞ്ഞു, സറണ്ടർ ചെയ്യുന്നതിന് മുമ്പ്, സറണ്ടർ ചെയ്യേണ്ടത് GOC-INC ഈസ്റ്റേൺ കമാൻഡ് ലെഫ്റ്റനൻറ്റ് ജനറൽ JS അറോറയ്ക്ക് ആയിരിക്കണം. JS അറോറ അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് നീ ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണം, നിങ്ങളുടെ ഫോഴ്സസിന് വെച്ച് ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണം. ഇയാൾ പറഞ്ഞത് പറ്റില്ല. പറഞ്ഞു, നോ, യു ഹാവ് ടു ഡു ഇറ്റ്. ഇയാൾക്ക് വേറെ ഒന്നും ചെയ്യാൻ യാതൊരു നിവൃത്തില്ല. ലെഫ്റ്റനൻറ്റ് ജനറൽ JS അറോറ അവിടെ ലാൻഡ് ചെയ്തപ്പോൾ ജനറൽ നിയാസി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അവർ രണ്ടുപേരും യാതൊന്നും സംസാരിച്ചില്ല. ഡിസംബർ 16-ാം തീയതി വൈകുന്നേരം 16:31 hours ആണ് സറണ്ടർ ഡോക്യുമെൻ്റ്. മുജിബുർ റഹ്മാൻ അന്ന് ബംഗാളികളെ അഡ്രസ്സ് ചെയ്ത അതേ സ്ഥലത്ത് വെച്ച് രമണ റേസ് കോഴ്സ്, ഈ രമണ റേസ് കോഴ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 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 മോണ്യുമെൻ്റായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അവിടെ വെച്ചിട്ടാണ് ഈ സറണ്ടർ സെറമണി നടക്കുന്നത്. അപ്പോൾ സറണ്ടർ സെറമണി പ്രകാരം ഈസ്റ്റ് പാകിസ്ഥാനികളിലെ എൻറ്റയർ ഫോഴ്സ് ഇന്ത്യൻ ആർമിക്ക് കീഴടങ്ങണം. ദേ ഷുഡ് ലേ ഡൗൺ ദിയർ ആർംസ് ആൻഡ് സറണ്ടർ ടു ദി ഇന്ത്യൻ ആർമി. ഓക്കെ. പക്ഷെ ഒരു കാര്യം സമ്മതിച്ചു എന്ന് വെച്ചാൽ, ഇവരെ ഡിസാം അന്ന് ചെയ്തില്ല വായിച്ചത്. സറണ്ടർ ചെയ്യുമ്പോൾ ആയുധങ്ങൾ വെച്ചിട്ട് കീഴടക്കണമല്ലോ. സറണ്ടർ സെറിമണി സമയത്ത് അവർ ആയുധങ്ങൾ താഴെ വെച്ചു, സറണ്ടർ ചെയ്തു. പക്ഷേ ആയുധങ്ങൾ ഇന്ത്യൻ ആർമി പിടിച്ചെടുത്തില്ല. കാരണം ആ സമയത്ത് അപ്പോൾ ബംഗ്ലാദേശിലുള്ള മുക്തിവാഹിനികളും സിവിലിയൻസൊക്കെ ഇങ്ങനെ നിന്ന് വിറയ്ക്കുകയാണ്. ആയുധങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് പിടിച്ചെടുക്കുകയാണ് അവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരെ മുക്തിവാഹിനിക്കാരും ബംഗാളികളും കൂടെ തിന്നുകളയും, ലിറ്ററലി തിന്നുകളയും. അത് കാരണത്താലേ അവരോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ആയുധങ്ങൾ സറണ്ടർ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ആയുധങ്ങൾ സറണ്ടർ ചെയ്തത് 18-ാം തീയതിയാണ്. അപ്പോൾ എല്ലാ ഫോഴ്സസും റേസ് കോഴ്സിലല്ല, ബ്രിഗേഡ് കമാൻഡേഴ്സിനും ഡിവിഷണൽ കമാൻഡേഴ്സിനും ബറ്റാലിയൻ കമാൻഡേഴ്സിനും ഒക്കെ ഓർഡർ കൊടുത്തു, നിങ്ങളുടെ ലൊക്കേഷനിലുള്ള പാകിസ്ഥാൻ സോൾജേഴ്സിനെ നിങ്ങൾ സറണ്ടർ ചെയ്യിക്കുക പറഞ്ഞു. അങ്ങനെയാണ് ഈ സറണ്ടർ സെറിമണി നടന്നത്. സറണ്ടർ സെറിമണി കഴിഞ്ഞതിന് ശേഷം നമ്മളവരെ ഉപദ്രവിച്ചില്ലേ. മുക്തിവാഹിനിയെ കൊണ്ടും അവരെ ഉപദ്രവിക്കാനായിട്ട് നമ്മൾ സമ്മതിച്ചില്ല. ജനീവ കൺവെൻഷൻ പ്രകാരം വി ലുക്ക്ഡ് ആഫ്റ്റർ ദം. അവരെ ശരിക്കും നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്തു. ഒരു ദിവസം ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ, ഐ തിങ്ക് ഇറ്റ് വാസ് സംടൈംസ് ഇൻ 1995 ഓൾസോ, ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരണം.
AC2ലാണ് ട്രാവൽ ചെയ്യുന്നത്. അതിൽ ഞാനൊരു നമ്മുടെ ഒരു മുസ്ലിം ബ്രദറിനെ കണ്ടെത്തി. അപ്പോൾ ഇദ്ദേഹം, ഞാൻ ചോദിച്ചു എവിടുന്ന, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, സാർ ഞാൻ പൊന്നാനിയിൽ നിന്നാണ് പറഞ്ഞു. ചോദിച്ചു സാറാരാ? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആർമി ഓഫീസറാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇദ്ദേഹം പിന്നീട് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് നല്ല പണക്കാരനൊക്കെ അങ്ങനെയല്ലേ AC2 ട്രാവൽ ചെയ്യുക. അന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത PW ക്യാമ്പ് ഉണ്ടല്ലോ, ആ PW ക്യാമ്പിൽ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഈ ചങ്ങാതി പോയിരുന്നു. ഹി ഹാഡ് ഗോൺ ദേർ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അത്ര നന്നായിട്ടാണ് അവർ നമ്മൾ ലുക്ക് ചെയ്തത്. PW ക്യാമ്പിൽ നമ്മുടെ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ജനറൽ മാനേജ് ഷാ അവിടെ ചെന്നു. അവിടെയുള്ള സോൾജേഴ്സിനെ കണ്ടു ഒന്നിലധികം തവണ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ക്യാമ്പിൽ ചെന്നിട്ട് ജനറൽ മാനേജ് ഷാ ഒരു സുബേദാർ മേജറെ കാണുകയാണ്. അപ്പോൾ സുബേദാർ മേജറെ കണ്ടപ്പോൾ ജനറൽ മാനേജ് ഷാ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ട്രൂപ്സിനെ കാണണം, ട്രൂപ്സ് എവിടെ താമസിക്കുന്നത് അതും ആ ഏരിയ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ടീക്ക് ജനാബ്. എന്നെ കൊണ്ടുപോയി. അപ്പോൾ ജവാന്മാരെ കണ്ടു. ചോദിച്ചു ഭക്ഷണം ശരിയല്ലേ? അതെ. എല്ലായിടത്തും പോയാലും ഞങ്ങൾ മനുഷ്യൻ ചോദിക്കുന്നതാണ്. മോസ്കിറ്റോ നെറ്റ് ഉണ്ടല്ലോ എല്ലാവരുടെ അടുത്തും? മോസ്കിറ്റോ നെറ്റ് ഉണ്ട്. ടോയ്ലറ്റ്സ് എല്ലാം ക്ലീനാണല്ലോ? ടോയ്ലറ്റ്സ് ക്ലീനാണ്. നോക്കട്ടെ എന്ന് പറഞ്ഞു. ടോയ്ലറ്റ്സൊക്കെ പോയിട്ട് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം ദ ജനറൽ വാസ് ലീവിങ് ദാറ്റ് പ്ലേസ്. ജനറൽ അവിടെ നിന്ന് പോരുമ്പോൾ ഈ സുബേദാർ മേജർ സല്യൂട്ട് ചെയ്തിട്ട് ജനറൽ മാനേജരോട് പറയുന്നു, സാബ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് ഇന്ത്യ ഈ യുദ്ധത്തിൽ ജയിച്ചെന്നും എന്തുകൊണ്ട് ഞങ്ങൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടെന്നും. വേറൊന്നും പറഞ്ഞില്ല. നത്തിങ്. ലീഡർഷിപ്പ് വാജിദ്. ലീഡർഷിപ്പ്. നമ്മൾ എത്ര വലിയ ആയുധങ്ങൾ നമ്മുടെ അടുത്തുണ്ടെങ്കിലും, എത്ര വലിയ ഫൈറ്റിംഗ് സ്പിരിറ്റ് നമ്മുടെ സോൾജേഴ്സിനുണ്ടായാലും, അവരെ ശരിക്ക് ലീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു വിജയം ഒരിക്കലും ഉറപ്പാക്കാൻ പറ്റില്ല. ഇന്ത്യൻ ആർമിയിലത്തെ സോൾജേഴ്സ് ഉണ്ടല്ലോ, അവർ എന്തിനും തയ്യാറാണ്. അസാധാരണ ബുദ്ധിയും കഴിവും ഒക്കെയുള്ള സോൾജേഴ്സ് നമ്മുടെ ഇന്ത്യൻ ആർമിയിലുണ്ട്. പക്ഷേ അവരെ ലീഡ് ചെയ്യാൻ അങ്ങനത്തെ ലീഡേഴ്സിൻ്റെ ആവശ്യമുണ്ട്. 1971 യുദ്ധത്തിൽ ആ ഒരു ലീഡർഷിപ്പാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഒരു സ്ഥലത്തും ഒരു പിക്കറ്റിലും ഒരു സോൾജിയർ അല്ലാത്ത വിധത്തിൽ പെരുമാറിയിട്ടില്ല ആരും തന്നെ. അത് ലോകം എന്ന് എടുത്തു പറയുന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണ് 1971 യുദ്ധം കഴിഞ്ഞത്. പറഞ്ഞല്ലോ, യുദ്ധം കഴിഞ്ഞപ്പോൾ 93,000 പട്ടാളക്കാർ കീഴടങ്ങി. പാകിസ്ഥാൻ്റെ 15,000 സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ നമ്മൾ പിടിച്ചെടുത്തു. 85ഓളം, കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് നമുക്കറിയില്ല, 85ഓളം നമ്മുടെ സോൾജേഴ്സിനെ പാകിസ്ഥാൻ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട് അവരും പിടിച്ചെടുത്തു. അങ്ങനെയാണ് യുദ്ധം അവസാനിക്കുന്നത്.